ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഏകാന്ത യാത്രയാണ് കേട്ടോ. അതെ ഫ്രണ്ട്സ്, 31/7/98 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്. അപ്പോൾ 1.5 കിലോമീറ്ററോളം ഏകദേശം നടന്ന് നമ്മൾ ശ്രീരാമൻ്റെ അമ്പലത്തിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഒരു തീർത്ഥാടന യാത്ര എന്നൊക്കെ പറയാം. ഗ്രാമഭംഗിയും ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പഴമ നിലനിർത്തുന്ന കാഴ്ചകളാണ് കേട്ടോ ഓരോ വഴിയിലുള്ളത്. ചുറ്റും നിലനിൽക്കുന്നത് പച്ചപ്പ് നിറഞ്ഞ ഒത്തിരി കാഴ്ചകൾ കാണാനുള്ള അനുഭവങ്ങൾ തന്നെ എന്ന് പറയാം കേട്ടോ. ഈ തീർത്ഥാടന യാത്രയിൽ പലതും എനിക്ക് കാണാൻ സാധിച്ചു, പഠിക്കാൻ സാധിച്ചു. ഈ യാത്രയിൽ ജനപ്പെരുക്കം കുറച്ച് കുറവായിരുന്നേ. എല്ലാവരും വാഹനങ്ങളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിറയെ അടുത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ നടന്നു പോകുന്നവർ വളരെയധികം റെയറായിരുന്നു കേട്ടോ. അതുമാതിരി ഫുൾ പച്ചപ്പണിഞ്ഞ കൃഷിയിടങ്ങളാണേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ നാടിൻ്റെ തനിമയും പച്ചപ്പണിഞ്ഞ പ്രകൃതി ഭംഗിയും നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം എന്ന് പറയുന്നത് എപ്പോഴും വേണ്ട കാര്യമാണല്ലോ. അതിനെപ്പറ്റിയോ ഏറ്റവും നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ വന്ന് കുറച്ചു നേരം നമുക്ക് ചിലവഴിക്കുകയാണെങ്കിൽ നമ്മളുടെ മൈൻഡ് ആകെ മൊത്തം റിലാക്സ് ആവും. അതുമാതിരി തന്നെയാണ് കേട്ടോ ഇവിടുത്തെ അമ്പലവും. പ്രകൃതിയോട് ഇഴചേർന്ന് നിൽക്കുന്ന ശാന്തസുന്ദരമായ ഒരു അമ്പലം തന്നെയാണ്. നിങ്ങൾക്കിടയിൽ ഒരു ചോദ്യം വന്നേക്കാം, ഇവിടെ എന്താണിപ്പോൾ, ഇതാണോ കാണാനെന്നു? പക്ഷെ ഇതാണ് കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് റിലാക്സ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്തരം പ്ലേസുകളിലോട്ട് വരുമ്പോൾ നമ്മളെ തന്നെ മറന്ന് കുറച്ച് നേരം ഒരു സന്തോഷം നമുക്ക് കിട്ടും. ആ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് ഇത്തരം സ്പോട്ടുകളിലേക്ക് നമ്മൾ വരേണ്ടത്. അങ്ങനെ ഞാൻ എന്നെ തന്നെ മതിമറന്ന് ഈ കാഴ്ചകൾ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു വരുമായിരുന്നു കേട്ടോ. പെട്ടെന്നായിരുന്നു ക്ലൈമറ്റ് ചേഞ്ച് ആയത്. ഞാൻ ആകെ മൊത്തം ടെൻഷനിലും പേടിയിലായിരുന്നു. കാരണം നല്ലൊരു മഴ വരാനുള്ള സാധ്യത തീർച്ചയായും ഉണ്ട്. അങ്ങനെ ആകാശമൊക്കെ അങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്താണ് ഈ മഴ നല്ല ശക്തമായി പെയ്തത്. അപ്പോൾ ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ പോയി ഞാൻ അമ്പലത്തിൽ പോയി ശ്രീരാമനെ ദർശിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ചൂട് കഞ്ഞി അവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ കർക്കിടക മാസം 11 മണി തൊട്ട് 2 മണി വരെ പോയാലും അവർ കഞ്ഞി നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും തരും കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്ന ചേച്ചിയോടും അവിടെ ഹെൽപ്പ് ചെയ്യുന്ന ഏട്ടന്മാരുടെ അടുത്തൊക്കെ കുറച്ച് അഭിമുഖമൊക്കെ നടത്തി കേട്ടോ. അവർ കഞ്ഞി ഉണ്ടാക്കുന്നതാണെങ്കിലും അത് വിളമ്പി തരുന്നതാണെങ്കിലും വളരെയധികം സ്നേഹത്തോടെയും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ടാണ് അവർ ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതുമാതിരി അമ്പലത്തിന് ഓരോ ദിവസവും അമ്പലത്തിന് ഉണ്ടാക്കേണ്ട പച്ചക്കറി വിഭവങ്ങൾ അവിടെ അവർ വിരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് വലം വെച്ച് വരാമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലുള്ള കുളവും മറ്റു കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ എൻ്റെ ഭാഗ്യം തന്നെ എന്ന് പറയാം. ശ്രീരാമൻ്റെ ജന്മഭൂമിയിൽ നിന്നും കൊണ്ടുവന്ന ദീപം തൊഴാൻ സാധിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.